എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നലെ വഞ്ചൂർ കോടതി പരിസരത്ത് നടന്ന ഒരു അഭിഭാഷകൻ്റെ വീരപരാക്രമത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ പലരും എന്നെ കേരളത്തിൻ്റെ പല ഭാഗത്തും എനിക്ക് പരിചയമുള്ള വക്കീലന്മാർ എന്നോട് വിളിച്ച് ചോദിച്ചത്, എന്താണ് നിങ്ങളുടെ വക്കീലന്മാർ ഗുണ്ടാപ്പണിയും തുടങ്ങിയോ? എനിക്കതിന് മറുപടി പറയാനില്ലായിരുന്നു. ഇത് കേരളത്തിൽ വഞ്ചൂർ കോടതിയിൽ നിന്നും ആ പരിസരത്ത് നിന്ന് അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലിൻ്റെ വീരപരാക്രമത്തെക്കുറിച്ച് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇത് മൊത്തം ഈ അഭിഭാഷക സംഘടനയ്ക്ക് ഏറ്റവും കൂടുതൽ കളങ്കം വരുത്തി വെച്ച ഒരു സംവിധാനമായിപ്പോയി. അറിയില്ല അദ്ദേഹത്തിനെതിരായിട്ട് ബാർ അസോസിയേഷൻ എന്താ തീരുമാനം എടുക്കുകയെന്ന് അറിയില്ല. പ്ലീസ്, എനിക്ക് അസോസിയേഷനോട് ഒന്ന് മാത്രം പറയാനുള്ളൊരു റിക്വസ്റ്റാണ്, ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്ന് മോണിറ്റർ ചെയ്യുക. ഈ ബാർ അസോസിയേഷൻ ഭാരവാഹികൾ ഇങ്ങനെയുള്ളവരെ അറിവിൽ വരികയാണെങ്കിൽ അവരെ പിടിച്ച് വേണ്ട ഉപദേശം കൊടുക്കുക. അഭിഭാഷക സംഘടനയ്ക്ക് ദോഷം വരുന്ന രീതിയിൽ ഒന്നും പ്രവർത്തിക്കാതിരിക്കണം എന്ന് അവരോട് പറയുക. ഇത് വളരെ വളരെ മോശമായ ഒരു സ്ത്രീ, ഒരു ജൂനിയർ അഭിഭാഷകയെ നിഷ്ദാരുണ്യം മർദ്ദിച്ച് അവർ കീഴ് വീണപ്പോഴും അവരെ നിർത്താൻ പറഞ്ഞതിന് ശേഷം വീണ്ടും മർദ്ദിക്കുക വളരെ വളരെ ഒരു ഹീനപ്രവൃത്തിയായിപ്പോയി ഈ ചെയ്തത്. ഒരുപാട് പ്രഗത്ഭ വ്യക്തികൾ, അഭിഭാഷകർ പ്രാക്ടീസ് ചെയ്യുന്ന കോടതിയാണ് വഞ്ചൂർ കോടതിയിൽ ഇങ്ങനെയുള്ളൊരു സംഭവങ്ങൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇതാദ്യമായിട്ടാണ് ഈ സംഭവം. അതുകൊണ്ട് അതിന് ഉത്തരവാദി ആയവരെ തീർച്ചയായിട്ടും ആ സംഘടന വേണ്ട രീതിയിൽ ഉള്ളൊരു ആക്ഷൻ എടുത്തിരിക്കണം. കുറഞ്ഞ 2-3 വർഷമെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാരെ ഈ വഞ്ചൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യിക്കാതിരിക്കാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അതും എങ്കിൽ മാത്രമേ അവർക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ. ഈ അഭിഭാഷകരെന്ന് പറയുന്ന ക്രിമിനലുകളല്ല, ഗുണ്ടകളല്ല, തീവ്രവാദികളല്ല. ഇങ്ങനെയുള്ള ഒരാളൊക്കെ തിരിഞ്ഞാൽ ഈ പേരൊക്കെ കേൾക്കേണ്ടി വരും. മാന്യമായി ജോലി ചെയ്യുന്നവർക്ക് അവരുടെ പേരിനെ കളങ്കപ്പെടുത്തുന്നതാണ്. ഒന്ന് പ്രധാനമായി നിശ്ചയിക്കേണ്ടത്, ഈ മജിസ്ട്രേറ്റ് മുതൽ ചീഫ് ജസ്റ്റിസ് ആകുന്നവർ എല്ലാം ഈ അഭിഭാഷകരായി എൻറോൾ ചെയ്ത് അതിൽ കൂടി വന്നവരാണ്. നാളെ ഇതേ ടെൻഡൻസിയുള്ള ഒരാൾ ഒരു വലിയൊരു പൊസിഷൻ ഇരിക്കുമ്പോൾ അവരെന്തായിരിക്കും? രാജ്യത്തിന് കളങ്കമുണ്ടാക്കും, നീതിപീഠത്തിന് കളങ്കമുണ്ടാക്കും. പലതും ഇവർ മൂലം നമുക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവരുടെ മുകളിലുള്ള ഒരു ഒബ്സർവേഷൻ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഒരു കൊല ചെയ്യുന്ന ഒരുത്തൻ, മോഷണം നടത്തുന്നത് ആരും തന്നെ അവൻ അവസാനം കണ്ടെത്തുന്നത്, അവൻ ഓടിയെത്തുന്നത് ഒരു അഭിഭാഷകൻ്റെ അടുക്കലേക്കാണ്. ഒരു നീതിമാനായ അഭിഭാഷകൻ അവൻ്റെ കേസുകൾ അതിനെപ്പറ്റി മൊത്തം പഠിക്കും. ഇവൻ തെറ്റുകാരനാണോ, ഇവൻ തെറ്റല്ല, തെറ്റ് ചെയ്യാതെ ഇവൻ ശിക്ഷിക്കപ്പെടുമോ, അവരെയാണ് അഭിഭാഷകർ കൂടുതലും സഹായിക്കുന്നതും. തെറ്റ് ചെയ്തവനെ വീണ്ടും സഹായിച്ച് അവനെ തെറ്റിൽ നിന്നും തെറ്റിലേക്ക് തള്ളിവിടുമ്പോൾ അവരിൽ കൂടി അവരെ പ്രൊമോട്ട് ചെയ്യുന്നത് ഏത് അഭിഭാഷകനോ അത് അവരുടെ മാന്യതയ്ക്ക് നിരക്കുന്നതല്ല. അങ്ങനെ ആരെങ്കിലും സമീപിച്ചാൽ അവനിൽ ജസ്റ്റിസ് ഉണ്ടാക്കാൻ പറ്റും, അവന് ജസ്റ്റിസ് കിട്ടണം, അവൻ്റെ തെറ്റല്ലെന്ന് ഉറപ്പ് വന്നാൽ തീർച്ചയായിട്ടും അവരെ സഹായിക്കണം. സാധാരണ അഭിഭാഷകർ അത് സ്റ്റഡി ചെയ്തിട്ടാണ് ഓരോ കേസുകളും എടുക്കാറുള്ളത്. പക്ഷെ ഇന്നലെ സംഭവിച്ചത് അതിയായ ദുഃഖം പടർത്തുന്ന ഒരു വാർത്തയായിരുന്നു. സോ ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ഒരു ദുഃഖവാർത്തകൾ
വഞ്ചൂർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകരിൽ നിന്നും ഉണ്ടാകരുത്, ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇതാദ്യ സംഭവമാണ്. അതും ഒരു അഭിഭാഷകയെ നിർദാക്ഷിണ്യം മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള പ്രവണതയായിപ്പോയി. ദുഃഖമുണ്ട് ഇങ്ങനെയുള്ളൊരു വാർത്ത ചെയ്യേണ്ടി വന്നതിൽ. നാം എപ്പോഴും ആശ്രയിക്കുന്നത്, നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നാം ആശ്രയിക്കേണ്ടത് അഭിഭാഷകരെയാണ്. അവർ തന്നെ ഒരു ഗുണ്ടയായി മാറിപ്പോണ അവസ്ഥ വരുമ്പോൾ നമ്മൾ ആരെ സമീപിക്കും? സോ ഈ അഭിഭാഷക സംഘടനയ്ക്കും അഭിഭാഷകർക്കും കളങ്കം വരുത്തുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തിരിച്ചറിയുക, അവർക്ക് വേണ്ട ഉപദേശം കൊടുക്കുക, അവരെ നേരായ വഴിക്ക് നയിക്കാൻ ശ്രമിക്കുക. ഇത് മാത്രമേ എനിക്ക് ഈ വീഡിയോയിൽ കൂടി ഇപ്പോൾ പറയാൻ പറ്റുന്നുള്ളൂ. ഇനിയും ഇങ്ങനെയുള്ള അനർത്ഥങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് ആസ്വദിക്കാം. വഞ്ചൂർ കോടതിയുടെ സൽപ്പേരിനെ ഇല്ലാതാക്കരുത്. ഞാനൊരു തിരുവനന്തപുരം സ്വദേശിയായതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത്. മറ്റുള്ള ഡിസ്ട്രിക്റ്റിലുള്ള കോടതികൾ അവരെല്ലാം നമ്മെ നോക്കി പുച്ഛിക്കരുത്, നമ്മളെ കളിയാക്കരുത്. ഇത് മാത്രമേ പറയാനുള്ളൂ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാട്.